കൊൽക്കത്ത ഹൗറയിലുള്ളൊരു മെട്രോ ആണിത്. ഹുഗ്ലി നദിക്കടിയിലൂടെ, അതായത് യമുനക്കടിയിലൂടെ തുരങ്കം നിർമ്മിച്ചിട്ടാണ് ഈ മെട്രോ നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളത്തിന് അടിയിലൂടെയാണിത് പോകുന്നത്. നമുക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ വെള്ളത്തിന് അടിയിലൂടെ ഈ ട്രെയിൻ പോകുന്ന സമയത്ത് അത് ആ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് കാണില്ല, കാരണം തുരങ്കത്തിൻ്റെ അടിയിലൂടെയാണ് ഇത് പോകുന്നത്. ഒരു വല്ലാത്ത അനുഭൂതിയാണ്. കാരണം നമ്മളത് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് സൈഡിലും നമുക്ക് ബ്ലൂ ലൈറ്റൊക്കെ കാണാൻ കഴിയും. കാരണം ഈ വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്ന സമയത്ത് അതാണ്. കാരണം ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ആ തുരങ്കം കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രെയിൻ പോകുന്നത് എല്ലാം ആ സ്ക്രീനിലൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, മെട്രോയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു വല്ലാത്ത അനുഭൂതിയാണ്. നല്ല യാത്രാസുഖം. എന്താ പറയുക, മെട്രോ നല്ല ഫുള്ളാണ്. എപ്പോഴും ജനത്തിരക്കാണ് മെട്രോയിൽ. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്ര ചെയ്ത് നോക്കി. മെട്രോ എന്ന് പറഞ്ഞാൽ ഫുള്ള് എപ്പോഴും തിരക്കുള്ളൊരു സ്റ്റേഷൻ. കണ്ടമാനം ജനങ്ങൾ യാത്ര ചെയ്യുന്നൊരു യാത്രയെ ആശ്രയിക്കുന്നതാണ് ഈ മെട്രോയെ. എന്തായാലും കൊൽക്കത്തയിൽ പോയിട്ട് ഗംഗാ നദിക്കടിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം കരയിലൂടെയുള്ള ട്രെയിനിലൂടെ മാത്രമല്ലേ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നുള്ളൂ. ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്.